നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ കഥയിൽ SI സാബുവിനെ എടുത്തിട്ട് ഇടിക്കുവാണ് വിക്രം. ഇടി കൊണ്ട് ഒന്നും മേലാത്തൊരവസ്ഥയായിപ്പോയി സാബുവിന്. കാരണം അനങ്ങാൻ പോലും പറ്റില്ല, അമ്മാതിരി ചതയാണ്. ഇഞ്ചപ്പരുവത്തിലാക്കിയിട്ടു. ഒടുവിൽ സാബുവിന്റെ മുഖം പിടിച്ച് തൻ്റെ മുഖത്തോടെ എടുപ്പിച്ചിട്ട് പറഞ്ഞു, നീ എന്താടാ വിചാരിച്ചുകൊണ്ടിരിക്കണേ? എൻ്റെ കുടുംബത്തിൽ കയറി പണി കൊടുക്കാന്നോ? എടാ, ആണുങ്ങൾ തമ്മിലുള്ളത് ആണുങ്ങൾ തമ്മിൽ തീർക്കണം, അല്ലാതെ കുടുംബത്തിലുള്ളവരെ കയറിയല്ല ചൊറിയുന്നേ. ദേ, നിന്റെ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടല്ലോ, ജീവനോടെ ഭൂമി കാണത്തില്ല. എൻ്റെ വീട്ടിൽ കയറി പണി കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ? അങ്ങനെ അങ്ങോട്ട് പണി കൊടുത്തിട്ട് സന്തോഷമായിട്ട് നിനക്ക് കഴിയാമെന്ന് ഒരിക്കലുമില്ല. ഇനി നീ ഒടിഞ്ഞ കഴുത്തോടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് കഴുത്തേലേക്ക് പിടിച്ചിങ്ങനെ തിരിക്കണം. ആ സമയത്ത് വിക്രത്തിന്റെ കാലിലേക്ക് പിടിച്ച് ഞെക്കി അവന്. വിക്രം എഴുന്നേറ്റിട്ട് വലിയൊരു മുളകമുണ്ടായിരുന്നു, അത് വെച്ച് ഇഞ്ച ചതയ്ക്കുന്ന പോലെ അവൻ്റെ കാലൊക്കെ അടിച്ചൊരു പരുവാക്കണം. ഒടുവിൽ വിക്രം അവിടുന്ന് പോന്നേ. ആ സമയത്ത് വേദ ഇഷിതയെ വിളിക്കണം. ഇഷിതയെ വിളിച്ചിട്ട് ഇഷിതയോട് പറഞ്ഞു, ഇഷിത, ഇവിടെ ശ്രീകാന്തേണ്ടൊക്കെ 11 മണിക്കത്തെ ഷോയ്ക്ക് പോയിക്കോ രാത്രിയിൽ. അപ്പോൾ വരാൻ എങ്ങനെയാണെങ്കിലും ഒരു 2 മണിയെങ്കിലും ആകും. പക്ഷേങ്കിൽ ഒരു കാര്യമുണ്ട്, അതിനു മുമ്പ് വിക്രത്തെ കൊണ്ട് ഇങ്ങോട്ടേക്ക് വരണമെന്ന് പറഞ്ഞു. അല്ല, അതിനിവിടെ വിക്രം ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഇല്ലേ, പിന്നെ ഇത് എവിടെ പോയി എന്നൊക്കെ ചോദിച്ചു. അറിയില്ല, എങ്ങോട്ട് പോയെന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ വിക്രത്തെ ഒരിടത്തും വിടല്ലെന്ന്. പിന്നെ വിക്രത്തെ എങ്ങോട്ടാ പറഞ്ഞു വിട്ടെന്ന് ചോദിച്ചു. എനിക്കറിയില്ല വിക്രം എങ്ങോട്ട് പോയെന്ന്. ഇപ്പം ഞാൻ പോയില്ലെങ്കിൽ ശരിയാകത്തില്ലെന്നാ പറഞ്ഞു. ഒരു കാര്യങ്ങൾ ശരിയാകത്തില്ലെന്ന് പറഞ്ഞിട്ട് വിക്രം പോയത്. ദൈവമേ, ഇനിയിപ്പോൾ എന്താ ഏതായി? ആകെപ്പാട് ടെൻഷനായിരുന്നു പോയി വേദയ്ക്ക്. അപ്പോഴേക്കും ഇഷിത പറഞ്ഞു, അതെ, ഒരു കാറ് വന്നിട്ടുണ്ട്, വിക്രമാണെന്ന് തോന്നുന്നത്, ഞാൻ നോക്കട്ടെ, ഞാൻ വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു. അങ്ങനെ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ വിക്രമാണ്. വിക്രം അങ്ങോട്ട് പതുക്കെ കാറ് നിർത്തിയിട്ട് ഇറങ്ങി വരുക. വിക്രത്തിന്റെ കൈക്കകത്തൊക്കെ ചോരയായിരുന്നു. ഇതെന്താ വിക്രം ഇതെന്ന് ചോദിച്ചു. ഒന്നുമില്ല. പെട്ടെന്ന് അകത്തേക്ക് കയറിപ്പോയി ഇഷിത. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. വേദ ആകെപ്പാടെ അസ്വസ്ഥയായിട്ട് വീട്ടിൽ ഇരിക്കുകയാണ്. ഇതുവരെയായിട്ട് അവരെത്തിയിട്ടില്ല. പിന്നീട് ഇത്തിരി സമയം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഫോണിനകത്ത് ഒരു മിസ് കോൾ വന്നു. വേദയ്ക്ക് കാര്യം മനസ്സിലായി, അവർ ഗേറ്റിൻ്റെ അരികിൽ എത്തി എന്നുള്ള കാര്യം. പെട്ടെന്ന് തന്നെ വേദ എന്ത് ചെയ്തു, പുറത്തേക്ക് ഇറങ്ങി പോകണം. അപ്പോൾ അകത്തെ ലൈറ്റ് എല്ലാ കാര്യങ്ങളും ഓഫായിരുന്നു, മെയിൻ സ്വിച്ച് വരെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ആർക്കും ഒരു സംശയത്തിന് ഇട കൊടുക്കരുത്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ചെന്നു. പിന്നീട് വേദ അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത പറഞ്ഞു, അതെ, വിക്രത്തിൻ്റെ മുറിവ് ഡ്രസ്സ് ചെയ്യാനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്, പെട്ടെന്ന് തന്നെ പോയിക്കോ. പിന്നെ അകത്തേക്ക് ഞാൻ കാറ് കയറ്റിക്കൊണ്ട് വരായിരുന്നേ, ഇനിയിപ്പോൾ കാറിൻ്റെ ശബ്ദം കേട്ട് അവരാരെങ്കിലും ഉണർന്നെങ്കിലോ എന്ന് കരുതിയിട്ടാന്ന് പറഞ്ഞു. അത് സാരമില്ല, ഇത് തന്നെ വലിയ കാര്യമാണെന്ന് പറഞ്ഞു. എന്നാൽ ശരി, ഞാൻ വിളിച്ചേക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇഷിത അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ വിക്രത്തെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി വരുവാണ് വേദ. വിക്രത്തിന് ശരിക്കും നടക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. വല്ലാത്തൊരവസ്ഥയായിരുന്നു. കാലിങ്ങനെ നിലത്തൂത്തുമ്പോൾ ജീവൻ പറഞ്ഞു പോകുന്ന വേദനയായിരുന്നു വിക്രത്തിന്. കാരണം ആ SI സാബു അവൻ്റെ കാലെ പിടിച്ച് ഞെക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ വേദനയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. മുറിവ് നന്നായിട്ട് താങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ കയ്യിലൊരു മുറിവ് ഉണ്ടായിരുന്നു. അങ്ങനെ മുറിയിലേക്ക് കയറ്റിക്കൊണ്ട് വന്ന് അവിടെ ഇരുത്തി കഴിഞ്ഞപ്പോഴാണ് വേദ ആ കാഴ്ച കാണുന്നത്. മുറി ലൈറ്റിൻ്റെ വെട്ടത്തിൽ. അപ്പോൾ അപ്പുറത്തുനിന്ന് ലൈറ്റ് ഉണ്ടായിരുന്നില്ലല്ലോ. വിക്രത്തിൻ്റെ കാലിൻ്റെ അവിടെ എല്ലാം മൊത്തം ചോരയാണ്. വിക്രം വന്ന വഴിയെല്ലാം ബ്ലഡ് കിടക്കുന്നു. പണിയാകുമല്ലോ എന്ന് കരുതി പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി പോയി മോപ്പൊക്കെ എടുത്തുകൊണ്ട് വന്ന് വിക്രം കയറി വന്ന് അവിടെ എല്ലാം മൊത്തം തുടയ്ക്കുവാണ്. എങ്ങാനും ഇനിയിപ്പം ഇത്തിരി കഴിയുമ്പോഴത്തേനും അവർ സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരും. അങ്ങനെ വരുന്ന സമയത്ത് ഒരു കാരണവശാലും ഇത് കണ്ടുപിടിച്ചുകൂടാ. അങ്ങനെ പിടിച്ചിട്ടുണ്ട്, അതോടുകൂടി തീർന്നെന്നുള്ള കാര്യം വേദയ്ക്ക് നന്നായിട്ടറിയാം. അതിനുശേഷം ഒരു ജഗ്ഗിനകത്ത് കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട് വേദ മുറിയിലേക്ക് വന്നിപ്പോൾ വിക്രത്തിന് നല്ല വേദന ഉണ്ടായിരുന്നു. നോക്കിക്കഴിഞ്ഞപ്പോൾ വിക്രത്തിൻ്റെ കാലിൽ നിന്ന് വീണ്ടും ചോര ഒലിച്ച് മുറി മൊത്തം ചോര ആയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വേദ പറഞ്ഞു, ഇതെന്താ ഇത്ര ഇങ്ങനെ മുറിവ് താങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അത് പിന്നെ അപ്പോഴേക്കാണ് വിക്രത്തിൻ്റെ കയ്യിലെ മുറിവുണ്ട്. ഇതെന്താ വിക്രം എന്ന് ചോദിച്ചു. അത് പിന്നെ ഞാൻ സത്യം പറ, അത് കുത്തു കൊള്ളാതിരിക്കാൻ വേണ്ടി തടഞ്ഞാന്ന് പറഞ്ഞു. കുത്തു കൊള്ളാതിരിക്കാൻ വേണ്ടിയോ? എന്തൊക്കെ വിക്രം പറയണമെന്ന് ചോദിച്ചു. അതെ, ആ SI സാബുവിനെ ഞാനൊന്ന് കൈകാര്യം ചെയ്തെന്ന് പറഞ്ഞു. എന്താ വിക്രം, പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ അച്ഛനെയും ചേട്ടന്മാരെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ? ഒരു കാരണവശാലും അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. അവനെ പോലുള്ളൊരുത്തനെ കൈകാര്യം ചെയ്യണം. എൻ്റെ കുടുംബത്തിൽ കയറി കളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ വെറുതെ വിടുവോ? പലർക്കും സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടെ നടക്കണമെങ്കിൽ അവനെ പോലുള്ള ക്രിമിനലുകൾ ഇല്ലാതാവണം. ഇനി അവന് ഒരു കാരണവശാലും പോലീസിലേക്കൊന്നും പോവരുതെന്ന് പറഞ്ഞു. അവൻ പക്ക ക്രിമിനലാന്ന് പറഞ്ഞു. ഇതേ വിക്രം, ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ഇനിയിപ്പോൾ കൂനുമേ കുരുവെന്ന് പറഞ്ഞാൽ അടുത്ത പ്രശ്നം ഇതായിരിക്കുമോ എന്ന് ചോദിച്ചു. ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല, നീ ധൈര്യമായിട്ടിരിക്കുക, നമുക്കൊരു കരുതലൊക്കെ വേണ്ടേ? ഇതേ വിക്രം ഇങ്ങനെ കരുതലെന്നും പറഞ്ഞിരുന്നിട്ട് ഒടുവിൽ വേദയ്ക്കാണ് സങ്കടം വരുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഇഷിത വിളിച്ചിട്ട് വേദയോട് പറഞ്ഞു, അതെ,
വിക്രത്തിന് മുറിവൊന്ന് അഴിച്ചു നോക്കണം. ഒരു പക്ഷേങ്കിൽ മുറിവ് താങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാ അതിൻ്റെ സിറ്റുവേഷൻ എന്ന് അറിയത്തില്ല. അതിനുശേഷം മുറിവ് ഡ്രസ്സ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. വേണ്ട നിർദ്ദേശങ്ങളൊക്കെ വേദയ്ക്ക് കൊടുക്കുകയാണ്. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീട് വിക്രത്തിന് മുറിവ് ഡ്രസ്സ് ചെയ്യാനായിട്ട് വേദ അഴിച്ചു. ഈ സമയം വിക്രം വേദന കൊണ്ട് പൊളയുവാണ്. നന്നായിട്ട് ചോര വരുന്നുണ്ടായിരുന്നു മുറിവ് കൂടെ. വേദനയുണ്ടോയെന്ന് ചോദിച്ചു. നല്ല വേദനയുണ്ടെന്ന് പറഞ്ഞു. വേദയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു. വേദ മുറിവഴിച്ചിങ്ങനെ ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് വിക്രം വേദന കടിച്ചമർത്തി വേദയുടെ കയ്യിലേക്ക് ഇങ്ങനെ ഇറുക്കി പിടിക്കണം. അത്രയ്ക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പോഴേക്കും വേദ പറഞ്ഞ് സാരമില്ല, കുറച്ച് സമയത്തേക്ക് ഒരു വേദന കാണും, മുറിവ് ഡ്രസ്സൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും ആ വേദനയൊക്കെ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ വിക്രത്തെ ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയത്ത് വിക്രം ചോദിച്ചു, അല്ല വേദ, ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ വീട്ടുകാരെങ്കിലും എന്നെ കാണത്തില്ലെന്ന് ചോദിച്ചു. എങ്ങനെ? അല്ല, ഈ മുറിയിലേക്ക് ആരെങ്കിലും കടന്നു വന്നാലോ? പണ്ടേ എൻ്റെ മുറിയിലേക്ക് അങ്ങനെ ആരും വരാറില്ല. പിന്നെ പിന്നെ പ്രത്യേകിച്ച് പറയാൻ വേണ്ടെന്ന് പറഞ്ഞു. അല്ല, ഞാൻ കാരണം നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? എന്ത് പ്രശ്നം ഉണ്ടാവാനായിട്ട്? തൽക്കാലത്തേക്ക് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അല്ലെങ്കിലും വിക്രം ഒരു കാര്യം വിചാരിക്കണം. വിക്രത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. എന്താ? എന്നോട് പിണക്കമാണെന്ന് നിനക്കെന്ന് ചോദിച്ചു. അതല്ല, വിക്രം ഓരോന്നൊക്കെ ചെയ്ത് കൂട്ടുമ്പോൾ മറ്റുള്ളവർക്ക് അത് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് വിക്രം ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. ഞങ്ങളൊക്കെ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്നറിയോ വേദ? അത് പിന്നെ വിക്രം, ചില കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കിയേ മതിയാവുള്ളൂ. വിക്രത്തിന് അച്ഛന് പല കാര്യങ്ങളും അറിയാം, വിക്രത്തോട് പക്ഷെ പറയാതിരിക്കുന്നതെന്ന് പറഞ്ഞു. വിക്രം പറഞ്ഞു, അതെ, നമുക്ക് സ്വസ്ഥതയോടെ സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ മറ്റുള്ളവരെ ഒഴിവാക്കിയേ മതിയുള്ളൂ. ഒഴിവാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു കയറി വരുന്നവരെ അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ അത് വല്ലാത്ത ദോഷം ചെയ്യും. അതുകൊണ്ടാണ് വേണമെന്ന് വെച്ചിട്ടല്ല എന്ന് പറഞ്ഞു. ചില കൂട്ടുകെട്ടുകളൊക്കെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഒടുവിൽ നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. വേദ പറഞ്ഞു, ഇത് കാരണം മറ്റുള്ളവരുടെ വേദന എന്താണെന്ന് വിക്രം മനസ്സിലാക്കിയിട്ടില്ലേ? എനിക്കറിയാം വേദ, നിനക്ക് എന്നോട് ദേഷ്യം കാണുന്നറിയാം. പക്ഷെ പ്ലീസ് എന്നോട് ദേഷ്യപ്പെടരുത്. എൻ്റെ അവസ്ഥയൊന്നും മനസ്സിലാക്കുക. എനിക്ക് നിന്നെ മനസ്സിലാവുന്നുണ്ട്, നിന്റെ മനസ്സും മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വേദയുടെ കയ്യിലേക്കും കൂടെ പിടിച്ചു. വേദ ഇങ്ങനെ വിക്രത്തെ നോക്കുകയാണ്. സാരമില്ല, പോട്ടെ, ഇനിയിപ്പം പഴയതൊന്നും ചിന്തിക്കണ്ട, കഴിഞ്ഞത് കഴിഞ്ഞില്ലേ. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ തമ്മിൽ പറഞ്ഞ് വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ലോ. കാരണം SI സാബുവിനെ തല്ലിയതിൻ്റെ പേരിൽ വേദയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്ങാനും ആ സമയത്ത് പിടിക്കപ്പെടുവോ, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിലോ എന്നൊരു ചിന്തയായിരുന്നു വേദയുടെ മനസ്സിൽ. പിന്നീട് വേദ പറഞ്ഞു, കുടിക്കാനെടുക്കട്ടെ എന്ന് ചോദിച്ചു. വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ വിക്രത്തോട് കിടന്നോളാൻ പറഞ്ഞിട്ട് പതുക്കെ വേദ ആ ബെഡിലേക്ക് കിടത്തുവാണ്. അപ്പം നീ എവിടെയാണ് കിടക്കണേ? ഞാൻ നിലത്ത് കിടന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ വിക്രത്തെ കിടത്തിയതിന് ശേഷം ബ്ലാങ്കറ്റൊക്കെ പുതപ്പിക്കുകയാണ്. വിക്രം നോക്കി കഴിയുമ്പോഴത്തേനും വേദ പതുക്കെ തറയിലേക്കൊരു ഷീറ്റൊക്കെ വിരിച്ചു. തറയിൽ കിടക്കുകയാണ്. വിക്രത്തിന് ഭയങ്കര സങ്കടമായി വേദ കിടക്കുന്ന കണ്ടപ്പോഴത്തേനും. അപ്പം വിക്രം വേദയെ നോക്കണം. വേദ ചോദിച്ചു, എന്താന്ന് ചോദിച്ചു. ഒന്നുമില്ലാന്ന് പറഞ്ഞു. എന്നാൽ കിടന്ന് ഉറങ്ങാൻ പറയാണ്. പക്ഷെ വിക്രത്തിന് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. വിക്രം വേദയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കുക. തിരിച്ച് വേദ അതുപോലെ തന്നെയായിരുന്നു. രണ്ടുപേരുടെ ഉള്ളിൽ ഭയങ്കര പ്രണയമാണ്. പക്ഷെ രണ്ടുപേർക്കും അത് പുറത്ത് പറയാൻ പറ്റില്ല, തുറന്ന് സമ്മതിക്കാനും പറ്റില്ല. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.